ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അനൂപ് സേതുവിനോട് പറയുകയാണ്, മെറ്റീരിയൽസ് വാങ്ങിയതാണെന്ന ഈ 1 കോടി രൂപയുടെ കണക്ക് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, പക്ഷേ ഇറക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് ഒന്നും ഒന്നിനും കൊള്ളാത്തതാണ്. ഇത് കേൾക്കുന്ന സേതു പറയുകയാണ്, ചീത്ത മെറ്റീരിയൽസ് വെച്ച് ഒന്നും ചെയ്യണ്ട. അല്ല, ആരാ ഇതൊക്കെ ഓർഡർ ചെയ്തത്? സച്ചിയോ നന്ദനോ? അല്ല അങ്കിൾ, അവന്തികയാണെന്നാ പറഞ്ഞത്. ഇത് കേൾക്കുന്ന സേതു സ്നേഹയോട് അവന്തികയെ വിളിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ സ്നേഹ ചെന്ന് നന്ദനെയും അവന്തികയും കൂട്ടിക്കൊണ്ടുവരികയാണ്. തുടർന്ന് സേതു പറയുകയാണ്, ഇന്ന് സൈറ്റിൽ വർക്കൊന്നും നടക്കുന്നില്ല. അതെന്താ അച്ഛാ? കാര്യം ഞാൻ തന്നെ പറയാം, മെറ്റീരിയലിന് ക്വാളിറ്റി ഇല്ല, അത്ര തന്നെ. അതേസമയം സച്ചിയും അർച്ചനയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല, ആരാ മെറ്റീരിയൽസിനെല്ലാം ഓർഡർ കൊടുത്തത് ഈ പ്രാവശ്യം? അത് പിന്നെ അച്ഛാ, ഞാൻ വിളിച്ച് തിരക്കിയപ്പോൾ അവരെല്ലാം കയറ്റി അയച്ചെന്നാ പറഞ്ഞത്. അതെല്ലാം നിൽക്കട്ടെ, അവന്തികയോട് ആരാ പറഞ്ഞത് മെറ്റീരിയലൊക്കെ ഓർഡർ ചെയ്യാനായിട്ട്? ഓഫീസിലെ കാര്യങ്ങളിലൊന്നും അവന്തിക തലയിടണ്ടെന്നും നന്ദനെല്ലാം നോക്കിക്കോളുമെന്നല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്? അത് പിന്നെ അച്ഛാ, നന്ദൻ വരുന്നതിന് മുമ്പ് സ്ഥിരമായി ഞാനല്ലേ ഓർഡർ കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ ഓർഡർ കൊടുത്തു, അത്ര തന്നെ. ഇത് നമ്മുടെ എല്ലാ കമ്പനിയിലെയും ഈ മാസത്തെ കണക്കുകളാണ്. ഏകദേശം 1 കോടി രൂപയാണ് വ്യത്യാസം കാണിക്കുന്നതെന്നും ഒക്കെ തന്നെ സേതു പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അല്ല, അനൂപ് തന്നെ പറഞ്ഞല്ലോ, അനൂപ് വന്നതിന് ശേഷമുള്ള കണക്കുകളാണിതെന്നൊക്കെ. അപ്പോൾ ഒരുപക്ഷെ അനൂപ് തന്നെ ആകുമല്ലോ വേണമെങ്കിൽ തിരിമറി നടത്തിയ. ഒരു അക്കൗണ്ടന്റിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാനച്ഛന് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, അങ്ങനെ അനൂപേട്ടൻ ഇവിടുത്തെ പണമൊന്നും എടുക്കില്ലെന്ന് ഞങ്ങൾക്കുറപ്പാണ്. ഇത് കേൾക്കുന്ന നന്ദനും അത് തന്നെ പറയുമ്പോൾ, നിങ്ങളെല്ലാവരും എന്താ എന്നെ പഴിചാരാൻ നോക്കുകയാണോ എന്ന് അവന്തിക ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന സേതു പറയുകയാണ്, മതി, ആരും പരസ്പരം പഴിചാരാൻ നിൽക്കണ്ട. കഴിഞ്ഞ 6 മാസത്തെ റിപ്പോർട്ടുകൾ എനിക്ക് നാളെ തന്നെ കിട്ടിയിരിക്കണം. ആരാണ് സ്വന്തം കമ്പനിയെ ചതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയണം. ആളെ അറിഞ്ഞിട്ട് ശിക്ഷ എന്താണ് ഞാൻ തന്നെ പറഞ്ഞോളാമെന്ന് പറഞ്ഞ് സേതു ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് അവന്തിക പറയുകയാണ്, അർച്ചന അനൂപിനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടാൽ പറയാം അത് ചേട്ടനായതുകൊണ്ടാണെന്ന്. നിങ്ങളൊക്കെ എന്ത് കണ്ടുകൊണ്ടാ അനൂപിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അവന്തിക എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും. നാളെ ഒരിക്കൽ അനൂപ് ചതി കാണിക്കുമ്പോൾ ഇത് തന്നെ എല്ലാവരും പറയണം. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക അകത്തേക്ക് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് അനൂപ്. തുടർന്ന് നന്ദനും സച്ചിയും എല്ലാവരും ചേർന്ന് അനൂപിനെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ അനൂപ് അവിടെ ഇറങ്ങാൻ നേരം അർച്ചന പുറകെ ചെന്ന് പറയുകയാണ്, എനിക്കറിയാം ഏട്ടാ, ഏട്ടന് ഒരുപാട് വിഷമമായെന്ന്. പക്ഷേ ഏട്ടൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവന്തികയുടെ കള്ളത്തരം എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരണം. മോളെ, ഈ ജോലിയെ രാജിവെച്ചാലോ എന്നാ ഞാൻ ആലോചിക്കുന്നതെന്ന് അനൂപ് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഏട്ടനിപ്പോൾ അങ്ങനെ ചെയ്താൽ എല്ലാവരും കരുതുക ഏട്ടനാണ് കുറ്റക്കാരനെന്നായിരിക്കും. അതുകൊണ്ട് ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യരുത്. എത്രയും പെട്ടെന്ന് സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണമെന്നും അർച്ചന പറയുന്നു. അവന്തികേട്ടത്തിന്റെ ഈ സ്വഭാവം കാരണം ഇവിടെ ആർക്കും ഒരു സ്വസ്ഥതയുമില്ല. അതുകൊണ്ട് ഏട്ടൻ എങ്ങനെയെങ്കിലും അവരുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. അങ്ങനെ അനൂപ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തികയും അനഘയുമാണ്. കാര്യങ്ങളെല്ലാം അനഘയോട് പറഞ്ഞിട്ട് അവന്തിക ചോദിക്കുകയാണ്, എല്ലാം കേട്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? എന്ത് തോന്നാനാ? ഈ 1 കോടി രൂപയോളം തിരിമറി നടത്തിയത് ചേച്ചിയാണെന്ന് അവസാനം തെളിയും, അത്ര തന്നെ. എന്റെ പൊന്നു ചേച്ചി, അനൂപാണിത് ചെയ്തതെന്ന് ചേച്ചി പറഞ്ഞിട്ട് ഇവിടെ ആരെങ്കിലും അത് വിശ്വസിച്ചോ? അതിന്റെ പിന്നിലെ കാരണം എന്താണെന്നറിയാമോ? ഇവിടെ എല്ലാവർക്കും ഉറപ്പാണ് ചേച്ചിയാണ് ഇതിന് പിന്നിലെന്ന്. പിന്നെ റിപ്പോർട്ടൊക്കെ ആയിട്ട് അനൂപ് വന്നാലേ പെട്ടിയും കിടക്കയും എടുത്ത് ഇവിടെ നിറങ്ങേണ്ടി വരുമെന്നും അനഘ പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, നന്ദൻ തിരിച്ചു വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ എന്തെങ്കിലും സെന്റിമെന്റ്സ് ഒക്കെ പിടിച്ച് നിൽക്കാമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അതെ ചേച്ചി, ചേച്ചിയുടെ പഴയ കഥയൊന്നും ഇനി ഇവിടെ വാഴാനേ പോകുന്നില്ലെന്ന് അനഘ പറയുന്നു. അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായ സംഭവം ഉണ്ടാകണം. അതോടെ എല്ലാവരും ഈ 1 കോടിയുടെ കാര്യം മറന്നു പൊക്കോളും. ഇപ്പോൾ ഞാൻ അനൂപാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അനൂപ് തിരിമറി ചെയ്ത രീതിയിൽ ഞാൻ കാര്യങ്ങളെല്ലാം ആക്കി മാറ്റുമെന്ന് അവന്തിക പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരി കമ്പനിയാണ്. ഒരു സ്റ്റാഫ് അനൂപിന്റെ കയ്യിലേക്ക് 40 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുകയാണ്. സാർ, ഇത് നമ്മുടെ പല സ്ഥാപനങ്ങളിലേക്കും ഓർഫനേജുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്യേണ്ട ക്യാഷാണ്. ഏതെങ്കിലും സ്റ്റാഫിന്റെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതിയോ എന്ന് അവർ ചോദിക്കുമ്പോൾ അനൂപ് പറയുകയാണ്, വേണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ അനൂപിനെ നോക്കി ചിരിച്ചുകൊണ്ട് സ്റ്റാഫ് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ അനൂപ് ക്യാഷുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ സ്റ്റാഫ് അവന്തികയെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനൂപ് പോകുന്ന വഴിക്ക് കുറച്ച് ഗുണ്ടകൾ അനൂപിന്റെ വണ്ടി തടഞ്ഞു നിർത്തുകയും ആ പണവും കൊണ്ട് കടന്നു കളയുകയും ചെയ്യുന്നതാണ്. തുടർന്ന് അനൂപ് ആ കാര്യം പെട്ടെന്ന് തന്നെ അർച്ചനയെ വിളിച്ച് പറയുമ്പോൾ അർച്ചന നന്ദനെ കാര്യങ്ങൾ അറിയിക്കുകയാണ്. 40 ലക്ഷം രൂപ ഉണ്ടായിരുന്നെന്നാ അനൂപേട്ടൻ പറഞ്ഞത്. എന്റെ കൈയും കാലും വിറച്ചിട്ട് വയ്യെന്ന് അർച്ചന പറയുമ്പോൾ പറയുകയാണ്, ഇന്ന് നമ്മുടെ കമ്പനിയിലേക്കെല്ലാം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ദിവസമാണ്.
അനൂപ് പണവുമായിട്ട് പോകുമെന്ന് അറിയാവുന്ന ആരോ മനഃപൂർവ്വം ചെയ്ത കളിയാണിത്. അർച്ചനയ്ക്ക് ഇത് ചെയ്തത് അവന്തികയാണോ എന്ന് സംശയമുണ്ടോ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അർച്ചന ഉണ്ടെന്ന് പറയുന്നു. അതേ സംശയം എനിക്കുമുണ്ടെന്ന് നന്ദൻ പറയുന്നു. ഒരു വഴിയുണ്ട്, ഞാൻ പറയുന്നത് പോലെ അർച്ചന ചെയ്താൽ മതി. ആരാ പണം കൊണ്ടുപോയതെന്നും എവിടേക്കാ പണം കൊണ്ടുപോയതെന്നും നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കുമെന്ന് നന്ദൻ പറയുമ്പോൾ നന്ദേട്ടൻ പറഞ്ഞാൽ മതി, എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് അർച്ചന പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.